എല്ലാവർക്കും നമസ്കാരം. ശുഭരാത്രി. ഇന്ന് നമ്മൾ ദിശാബോധത്തിന്റെ രസതന്ത്രത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദിശാബോധം, ജീവിതത്തിൽ ഒരു ദിശാബോധം ഉണ്ടാകണം. ദിശാബോധമുള്ളവർക്കാണ് ലക്ഷ്യത്തിലെത്താൻ കഴിയുക എന്നൊക്കെ നമ്മളിങ്ങനെ നിരന്തരമായി കേൾക്കാറുണ്ട്. ചെറിയ കാലം മുതൽ നമ്മൾ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് പരിചയിച്ചിട്ടുള്ള ഒന്നാണ് ദിശാബോധം എന്നുള്ളത്. ദിശാബോധം എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ പോകണം എന്നുള്ള തോന്നലുണ്ടാവുക, എവിടേക്കാണ് പോകണമെന്ന് അറിയുക, ലക്ഷ്യത്തെക്കുറിച്ച് അറിയുക, ഇങ്ങനെയുള്ള കുറച്ച് പദങ്ങൾ വഴിയാണ്, കുറച്ച് ആശയങ്ങൾ വഴിയാണ് നമ്മൾ ദിശാബോധത്തെ മനസ്സിലാക്കുന്നത്. എന്നാൽ ദിശാബോധം എന്നത് നമ്മുടെ ജനിതകവുമായും നമ്മുടെ സംസ്കാരവുമായും നമ്മുടെ പ്രദേശവുമായും നമ്മുടെ അറിവുമായും നമ്മുടെ ബോധം, അവയർനെസ്സുമായും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെന്നും ഇതിന്റെയൊക്കെ പുറകിൽ ഒരു ശക്തമായ രസതന്ത്രം ഉണ്ട് എന്നും നമ്മൾ സാധാരണ ചിന്തിക്കാറില്ല. പലർക്കും അറിയുമായിരിക്കാം, എങ്കിലും സാധാരണ രീതിയിൽ ചിന്തിക്കാറില്ല. പ്രകൃതിയുടെ ആഴപ്രകൃതിയുടെ, പ്രകൃത്യാത്മീയതയുടെ, പ്രകൃതി തത്വശാസ്ത്രത്തിന്റെ ഒരു തലത്തിൽ നിന്നും നോക്കുമ്പോൾ ഈ ദിശാബോധത്തിന് അതിന്റെ ഒരുപാട് മാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയേറെ പരിശീലനങ്ങൾ, നമ്മുടെ കായിക പരിശീലനങ്ങൾ, ഒളിമ്പസിന്റെ കായിക പരിശീലനങ്ങൾ, കോട്ടക്കാറോബിന്റെ ചയോഗ സാധനയില്, അതുപോലെ തന്നെ ഇതിനെ അഗ്നിഹോത്രം ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ആ ദിശാബോധം എന്നുള്ളത് നിലനിർത്താനായിട്ടുള്ള പരിശീലനങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പൊ പലർക്കും അത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത മനസ്സിലായിട്ടില്ല എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് ഇന്നത്തെ വിഷയം ദിശാബോധത്തിന്റെ രസതന്ത്രമായിക്കോട്ടെ എന്ന് കരുതാൻ കാര്യം. അപ്പോ പലർക്കും കാലങ്ങൾക്കനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ കാലികമായ ചുറ്റുപാടിനനുസരിച്ച് തന്റെ ദിശാബോധം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട്, ഒരുപക്ഷെ സമൂഹത്തിന്റെ ദിശാബോധം നഷ്ടപ്പെടുന്നതായിട്ട്, നമ്മുടെ യുവതയുടെ ദിശാബോധം നഷ്ടപ്പെടുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പൊ ഈ ദിശാബോധത്തെ അറിഞ്ഞു പരിഷ്കരിച്ചാൽ അത് നമ്മെ ശുഭകരമായ ലക്ഷ്യത്തിൽ എത്തിക്കുമെന്നാണ് നമ്മുടെ ഇന്നത്തെ പോസ്റ്ററിലെ ടൈറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ശുഭകരമായ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ദിശാബോധത്തെ അറിഞ്ഞു പരിഷ്കരിക്കണം. അപ്പൊ ഈ ദിശാബോധത്തെ കുറിച്ചുള്ള അറിവ് എന്നതൊരു വിഷയം തന്നെയാണ്. ലക്ഷ്യബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ദിശാബോധം എന്നുള്ളത് കൊണ്ട് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ദിശ എന്നുള്ളതിന് കുറെ കൂടെ വിസ്തൃതമായ ആഴത്തിലുള്ള മാനങ്ങളുണ്ട്. ഈ ലക്ഷ്യം ഇന്നിടത്തേക്കാണ് പോകേണ്ടത്, ശരിയാണ്, ഇന്നിടത്തേക്കാണ് പോകേണ്ടത്, ജീവിതത്തിൽ ഞാൻ ഇന്നിടത്തേക്ക് പോകണം. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഒരു കടയിൽ കയറുന്ന സമയത്ത് എനിക്ക് ഇന്നത് കഴിക്കണം എന്നതിനെ കുറിച്ച് ഒരു ധാരണയുണ്ടെങ്കിൽ അത് നമ്മൾ കഴിക്കും. ഇന്നത് കഴിക്കണം എന്ന് ധാരണയില്ലെങ്കിൽ കിട്ടുന്നത് കഴിക്കും. കടയിൽ പോകുമ്പോൾ നമുക്ക് ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ വാങ്ങിക്കും. ദിശാബോധമില്ലാത്തവൻ അവിടെ പോയാൽ അവിടെ പരിസ്ഥിതിയിൽ കാണുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കും. ഒരു വഴിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ദിശാബോധമുള്ളവൻ അവിടെ പെട്ടെന്ന് എത്തും. ദിശാബോധമില്ലാത്തവൻ ഒരുപാട് ചുറ്റിത്തിരിഞ്ഞിട്ടായിരിക്കും അവിടെ എത്തുക. അപ്പോ ഈ എത്തുക എന്നുള്ള പ്രോസസ്, അല്ലെങ്കിൽ വാങ്ങുക എന്നുള്ള പ്രോസസ്, അല്ലെങ്കിൽ കഴിക്കുക എന്നുള്ള പ്രോസസ്, അത് നടക്കുന്നുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയാണ് നമ്മളത് ചെയ്തത്, എന്താണ് നമ്മുടെ നിയുക്ത ധർമ്മം എന്നുള്ളതിനനുസരിച്ച് നമ്മളത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ ഒരുപാട് ഊർജ്ജ നഷ്ടം നമുക്കുണ്ടാവും, സമയനഷ്ടം ഉണ്ടാവും, മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കഷ്ടനഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ഈ കഷ്ടനഷ്ടങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ കർമ്മങ്ങളുമായിട്ടും കർമ്മദോഷങ്ങളുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ആത്മീയതയുടെ ഒരു ഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അതുകൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോ ഈ ദിശാബോധം എന്ന് പറയുന്നത് എവിടെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണത് ഉണ്ടാകുന്നത് എന്നത് മുതൽ, എന്നുവെച്ചാൽ അതിന്റെ അടിസ്ഥാന ഗതി മുതൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതിനെ കൈകാര്യം ചെയ്യൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നിരീക്ഷണത്തിലൂടെ പോകാം. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രകൃത്യാത്മീയതയുടെ ആദ്യ രൂപമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി തത്വശാസ്ത്രത്തിന്റെ ആദ്യ പശ്ചാത്തലമായിട്ടുള്ള ഇക്കോജൻസിന്റെ അകത്തുകൂടെ ചെറുതായിട്ടൊന്ന് യാത്ര ചെയ്യേണ്ടത്. നമുക്കറിയാം, ബോധമാണ് സർവം എന്ന്. പരമമായ ബോധമാണ് സർവമായിട്ടുള്ളത്. ആ ബോധമാണ് വസ്തുക്കളായും വസ്തുതകളായും എല്ലാം രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പൊ ബോധത്തിന്റെ ആ ഒരു രൂപീകരണത്തിന്, ബോധം വസ്തുവായി രൂപീകരിക്കുന്നതിന് ബോധത്തിന് ആദ്യം ബോധം എപ്പോഴും ബോധം എന്നുള്ളതിനെ ആദ്യം നിർവചിക്കുന്നത് നമ്മളിങ്ങനെയാണ്: എന്താണോ അത് അതാണത്. നമ്മളൊരു ദ്രവ്യത്തെ കാണുന്നു, ഒരു വസ്തുവിനെ കാണുന്നു. ആ കാണുന്ന സമയത്ത് എന്താണോ അത്,
അത് സത്യത്തിൽ നമ്മൾ കാണുന്നത് അല്ല മുഴുവനായിട്ട്. നമ്മൾ കാണുന്നത് അതിന്റെ ഭൗതികമായ ഒരു പ്രകടനം മാത്രമാണ്, ഭൗതികമായ ഒരു ഘടന മാത്രമാണ്. ഈ ഭൗതിക ഘടനയല്ല ആ വസ്തു എന്ന് പറയുന്നത്. ഭൗതിക ഘടന അതിലെ ഒരു ഡയമെൻഷനാണ്. ആ ഭൗതിക ഘടന എങ്ങനെ ആകിത്തീരുന്നതിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു ഫാൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് മോട്ടോറില് ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്ന 3 കഷ്ണം ഇരുമ്പ് പലകകളുള്ള ഒരു ഉപകരണമാണ്. ആ 3 പലകകൾ ഉള്ള ഒരു ഇരുമ്പ് ഉപകരണം ഒരിടത്ത് നമ്മളൊരു പ്രത്യേക രീതിയിൽ കെട്ടിത്തൂക്കിയിടുന്ന സമയത്ത് അത് ഇലക്ട്രിക് മോട്ടോർ കൊണ്ട് കറങ്ങി തുടങ്ങും. കറങ്ങുന്ന സമയത്ത് അതിലെ ഇരുമ്പ് പലകകൾ വായുവിലൂടെ ഒരു പ്രത്യേക രീതിയിൽ ചലിക്കുന്നു. ചലിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ അതിനു മുമ്പില്ലാത്ത ഒരു പുതിയ രൂപം നമുക്ക് കാണാൻ തുടങ്ങുന്നു. ഒരു വൃത്ത രൂപത്തിൽ ഒരു കാര്യം കാണാൻ തുടങ്ങുന്നു. ആ വൃത്തത്തിനകത്തൂടെ നമ്മൾ കൈ കടത്തുകയൊന്നുമില്ല. കാരണം നമുക്കറിയാം ആ വൃത്തം എന്ന് പറയുന്നത് അതിലൂടെ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ആ വൃത്തത്തിലുള്ള ഒരു സുതാര്യമായ ഒരു കാഴ്ച കാണുന്ന സമയത്ത് അതിനപ്പുറം കാണാം. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൈകടത്താം. പക്ഷെ കൈകടത്തില്ല. കാരണം കൈകടത്തിയാൽ നമ്മുടെ കൈമുറിയുമെന്നുള്ളപ്പോൾ നമ്മൾ കൈകടത്താതെ നിൽക്കുന്നു. കൈമുറിയുമെന്നുള്ളപ്പോൾ കൈകടത്താതെ നിൽക്കുന്നത് അവിടെ ഒരു സുതാര്യ മണ്ഡലം, സുതാര്യ വിന്യാസമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഫാനിന്റെ പങ്ക അല്ലെങ്കിൽ ഫാൻ എന്നുള്ളത് ഇതളുകൾ തിരിയുന്ന സമയത്ത് അവിടെ ഇല്ലാതിരുന്ന ഒരു പുതിയ വിന്യാസം വൃത്താകൃതിയിൽ ഉണ്ടാകുന്നു. ആ വൃത്താകൃതിയിലുള്ള ആ വിന്യാസം ഒരു മണ്ഡലത്തെ തീർക്കുന്നു. ആ മണ്ഡലം ഒരു സ്തരം അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ, ഒരു എന്താ പറയാ പാടയായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഈ പാട എന്നുള്ളത് സുതാര്യമാണ്, എന്നാൽ അതിനകത്തൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയില്ല. വലിയൊരു ഭൗതിക വസ്തുവിന് കഴിയില്ല, എന്നാൽ പ്രകാശത്തിന് കടക്കാൻ കഴിയും. ഇതുപോലെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൂടെ കടക്കാൻ കഴിയില്ലെങ്കിലും അതവിടെ യഥാർത്ഥത്തിൽ ഇല്ലെങ്കിലും അങ്ങനെ ഒരു വസ്തു അവിടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നും. നമ്മൾ ഇവിടെ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും അങ്ങനെ ഒരു മാനമാണുള്ളത്. ഒരു സുതാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭൗതിക വസ്തുവിന്റെ ഭാവം അവിടെ ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ആ വസ്തു അല്ല അവിടെ ഉള്ളത്. അവിടെ ഒരു വിന്യാസമാണ്. ആ വിന്യാസത്തെയാണ് നമ്മൾ വസ്തുവായിട്ട് ഗണിക്കുന്നത്, മനസ്സിലാക്കുന്നത്. എന്നിട്ടോ അതിൽ നിന്ന് നമ്മൾ അതിനെ അറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വൃത്തത്തിലുള്ള ഒരു മണ്ഡലം, അതിൽ നിന്ന് അതിനെ നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? കാറ്റ് വരുമ്പോൾ. ഈ കാറ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാൻ. ആ ഫാൻ എന്നുള്ള ആ നിർമ്മിതിയുടെ തുടക്കം എന്ന് പറയുന്നത് ഇലക്ട്രിക് കോയിലുകളും കണ്ടൻസറുകളും ഒക്കെ ചേർന്നിട്ടുള്ള വേറൊരു വിന്യാസമാണ്. അതുണ്ടാക്കുന്ന ചലനമാണ് മറ്റൊരു വിന്യാസം എന്ന് പറയുന്നത്. ആ ചലനം ഉണ്ടാക്കുന്ന വായുവിലുള്ള ഭൗതിക തിരയിളക്കമാണ് കാറ്റിന് കാരണമാകുന്നത്. ഈ കാറ്റാണ് നമുക്ക് അനുഭവമായി വരുന്നത്. ഈ അനുഭവത്തിൽ വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇലക്ട്രിക് മോട്ടോറോ ഒന്നും നമ്മുടെ വിഷയമാകില്ല. ഇതെല്ലാം നമ്മൾ വാങ്ങിച്ച് ഘടിപ്പിച്ച് വെച്ചത് കൊണ്ട് നമുക്ക് ചില ധാരണകളുണ്ട്. ഇവിടെ ആ ഫാൻ എന്നുള്ള വസ്തു അവിടെ ഉണ്ട്, അതിന് ഇലക്ട്രിക് മോട്ടോർ ഉണ്ട്, അതിന് ഇതളുകളുണ്ട്, കാറ്റ് വരുന്നുണ്ടെന്നുള്ളതൊക്കെ. അപ്പൊ കാറ്റെന്ന അനുഭവം വെച്ചിട്ട് നമുക്ക് കണക്കാക്കുമ്പോൾ പ്രകൃതിയിലെ പല കാര്യങ്ങളും നമ്മൾ ആ അനുഭവം വെച്ച് മാത്രമാണ് കണക്കാക്കുന്നത്. പക്ഷെ അതിന്റെ പുറകിൽ ഇത്രയേറെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അപ്പോ കാറ്റ് തരുന്ന ആ ഒന്നിന്റെ അനുഭവം വെച്ചിട്ട് അതിന്റെ ഇതളുകൾ, വിന്യാസങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും നമ്മൾ അറിയാതെ പോകുന്നു എന്നതുപോലെ ഏതൊരു ദ്രവ്യത്തെ കാണുമ്പോഴും ഏതൊരു വസ്തുവിനെ കാണുമ്പോഴും അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പശ്ചാത്തലങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയാറില്ല. അങ്ങനെ നോക്കുമ്പോൾ ആ വസ്തുവിന് പശ്ചാത്തലമാകുന്ന, അതിന് ഹേതുവാകുന്നതിന് കാരണമാകുന്ന, അതിന് ലക്ഷ്യമാകുന്ന, അതിന്റെ മാർഗമാകുന്ന, വഴിയാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഒരിടത്ത് ചേരുന്നത് കൊണ്ടാണ് അതിന് ആ വസ്തുവായി നിൽക്കാൻ കഴിയുന്നത്. പല ക്രമങ്ങൾ അതിലൂടെ കടന്നുപോകും. കാറ്റുപോക്കിന്റെ ക്രമം, ഇതളുകളുടെ ക്രമം, വിന്യാസത്തിന്റെ ക്രമം, മോട്ടോറിന്റെ ക്രമം, വൈദ്യുതിയുടെ ക്രമം എന്നുള്ള ഒട്ടേറെ ക്രമങ്ങൾ ഒരു സ്ഥലത്ത് കൂടെ കടന്നു പോകാണോ. അതാണ് ബഹുക്രമം എന്ന് പറയുന്നത്. ബഹുക്രമതയാണ് നമ്മൾ സാധാരണ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഒരു സാധനം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംവിധാനം. ആ കോംപ്ലക്സ് ആയ സംവിധാനം കാറ്റെന്ന അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഫാൻ എന്ന് പറയുന്നു. ഇതുപോലെയാണ് നമ്മുടെ ശരീരം. നമ്മൾ കാണുന്ന ഒരു വസ്തു, ഒരു കുപ്പിച്ചില്ല്, അല്ലെങ്കിൽ ഒരു ഇല, അല്ലെങ്കിൽ ഒരു അരിമണി, നമുക്ക് മുമ്പിൽ വരുന്ന എല്ലാ വസ്തുക്കളും ഇതുപോലെ ഒട്ടേറെ ക്രമങ്ങൾ ഒരുമിച്ച് ചേർന്നവയുടെ ആകത്തുകയാണ്. പക്ഷെ അതിൽ നിന്നും നമ്മൾ അനുഭവിക്കുന്നത് വെച്ച് നമ്മൾ അതിനെ ഗണിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് എന്താണോ അതാണ് അത് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന അതല്ല അത് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ കാണുന്നതല്ല, ഇതിലെല്ലാം കൂടെ ചേരുമ്പോൾ, ഈ ബഹുക്രമം എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേരുമ്പോൾ നമ്മൾ കണ്ടതും കാണാത്തതും അവിടെ നിന്നും തെളിഞ്ഞു കാണുന്നത്, പ്രതിഭാസമാകുന്നതും അതിനകത്ത് ലീനമായിരിക്കുന്നതും പ്രതിലീനമായിരിക്കുന്നതുമായ സർവ്വതും ചേർന്നിട്ടാണ് അതായിട്ടുള്ളത്.
ആ സർവ്വതിനെയാണ് അതിന്റെ ബോധം എന്ന് പറയാം. സർവ്വതുമായി നിൽക്കുന്നതാണ് അതിന്റെ ബോധം. അപ്പൊ അങ്ങനെ ബോധമായിട്ടുള്ള ഒന്ന് ഒരു രൂപത്തിൽ നിൽക്കുന്ന സമയത്ത് അതിന് ഒരു ഫാനിന്റെ കറക്കം പോലെ തന്നെ അതിന് ഒരു സ്ഥായി ഭാവമില്ല, അതിന് നിരന്തര ചലനങ്ങളുണ്ട്. ആ നിരന്തര ചലനത്തിലായിരിക്കുന്ന സമയത്ത് അതിന്റെ ഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു പ്രത്യേക ഭാവത്തിലായിരിക്കുമ്പോൾ അതിന് ഒരു ചെറിയ ഇൻകൺവീനിയൻസ് തോന്നും. ആദ്യം അവിടേക്ക് എത്തുമ്പോൾ ഒരു കൺവീനിയൻസ് തോന്നും, പിന്നെ ഒരു ഇൻകൺവീനിയൻസ് തോന്നും. ഏതുപോലെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഈ പരിപാടി കേൾക്കാനായിട്ട് വന്നിരുന്നപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ ഒരിടത്ത് ഇരുന്നു. കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഇരിപ്പിടത്തിന്റെ അവിടെ ഭൂമിയുമായി അല്ലെങ്കിൽ കസേരയുമായി സ്പർശിക്കുന്ന ഭാഗത്തെല്ലാം തന്നെ ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നുന്നവർക്ക് നിങ്ങൾ പതുക്കെ ഒന്ന് ഇളകിയിരിഞ്ഞു. അതുപോലെ തന്നെ തലയിലൂടെ ഉള്ള നിങ്ങളുടെ കഴുത്തിലൂടെയുള്ള രക്തയോട്ടം, നിങ്ങളുടെ പേശികളിലുള്ള രക്തയോട്ടം ഒക്കെ തന്നെ കുറച്ചു നേരം അനങ്ങാതിരിക്കുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നു. അപ്പോൾ വീണ്ടും ഒന്ന് ഇളകിയിരിക്കുന്നു. ഈ ഇളകിയിരുത്തങ്ങളിലൂടെയാണ് നമ്മൾ നിരന്തരം നിന്നു പോകുന്നത്. ഈ ഇളകിയിരുത്തങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ശരീരം സ്ഥായിയാണ് എന്ന ഭാവത്തിൽ നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് സ്ഥായിയല്ല. അപ്പോ ഇളകിയിരുത്തങ്ങളുടെ ആദ്യം നമ്മൾ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നും പിന്നെ ഇൻകൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുന്നു. ആ ഇൻകൺവീനിയന്റ് സ്റ്റേറ്റിൽ എത്തുമ്പോൾ വീണ്ടും നമ്മളൊന്ന് ഇളകിയിരുന്ന് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് വീണ്ടും മാറുന്നു. ഈ ഒരു നിരന്തരമായ ഒരു മാറ്റമുണ്ട്. ഈ മാറ്റമാണ് നമുക്ക് ഒരു വിന്യാസത്തിന് കാരണമാകുന്നത്. കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്നും ഇൻകൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ പതുക്കെ വന്നു ചേരും. അവിടെ നിന്നും നമ്മൾ കൺവീനിയന്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് നമ്മൾ വീണ്ടും പുനഃസ്ഥാപിക്കും. നമ്മളെ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് കൊണ്ട് നമ്മളിങ്ങനെ പിടിച്ച് വെറുതെ ഇരിക്കുകയല്ല ചെയ്യാം. നമ്മൾ വഴിയിൽ വാഹനവും മുന്നോട്ട് പോകുന്ന സമയത്ത് വഴിക്ക് വളവും തിരിവും വരുന്നതനുസരിച്ച് വാഹനം പതുക്കെ ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങിപ്പോകും. അപ്പോൾ അതിനെ നമ്മൾ പതുക്കെ ഒന്ന് ക്രമീകരിക്കും. വീണ്ടും പഴയപടിയാവും. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് നേരെ വിടുക്കും. വീണ്ടും വാഹനത്തിന് തിരിവ് വരുമ്പോൾ വീണ്ടും ഒന്നുകൂടെ തിരിക്കും. വീണ്ടും പഴയപടിയാവും. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടാണ് നമ്മൾ ആ വാഹനത്തെ ഓടിക്കുന്നത്. അപ്പോ വാഹനത്തിന്റെ ആ ഗതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന ആ ഒരു ക്രമമുണ്ടല്ലോ, ആ നിരന്തരമായിട്ടുള്ള ആ നിരന്തരമായിട്ടുള്ള മാനേജ്മെന്റിന് വഴിയാണ് അതിന് ഒരു ഡിറക്ഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ ഡിറക്ഷനിലൂടെയാണ് ആ വാഹനത്തിന്റെ ഒഴുക്കിന് ഒരു വിന്യാസം വരുന്നത്. അപ്പൊ വിന്യാസം എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ, അതിന്റെ ഒരു ഒഴുക്ക്, ആ ഒഴുക്കിന് ഒരു ക്രമം ഉണ്ടാകുന്നു. ആ ക്രമത്തിന് വേണ്ടി നമ്മൾ ഇവിടെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചലിപ്പിക്കുന്നത് വാഹനത്തെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ വാഹനത്തിനൊരു ഗതി ഉണ്ടാവണം. ആ സ്റ്റിയറിംഗ് വീൽ ഒരു പ്രത്യേക ഭാഗത്തേക്ക് തിരിഞ്ഞ് ലോക്കാണെങ്കിൽ അത് അവിടെ കിടന്ന് വട്ടത്തിൽ തിരിയുകയുള്ളൂ, മുൻപോട്ട് പോവില്ല. അപ്പൊ മുൻപോട്ട് പോകണമെങ്കിൽ ഈ ഒരു തിരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ട് ഈ ഗതിയെ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോ ബോധം ഒരു പ്രത്യേക രീതിയിലേക്ക് ചലിക്കണമെങ്കിൽ അതിന്റെ ചലനത്തെ ബോധം തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. ആ നിയന്ത്രണത്തെ വെളിയിലുള്ള ഒരു സത്തയുടെയോ വെളിയിലുള്ള ഒരു വസ്തുവിന്റെയോ വെളിയിലുള്ള ഒരു ബോധത്തിന്റെയോ സ്വാധീനം കൊണ്ട് അത് വേറൊരു വഴിക്ക് തിരിച്ചാൽ അത് ആ വഴിക്ക് പോകും, സ്വന്തം ബോധത്തിനനുസരിച്ച് പോകില്ല. അപ്പൊ ഇതൊരു ശരീരകോശത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി, ഒരു വാഹനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ജീവിതത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇതിങ്ങനെ പല വഴിക്കും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ സ്വയം നമുക്കൊരു ബോധമുണ്ടെങ്കിൽ, ഞാൻ ഈ വഴിക്കാണ് പോകേണ്ടത് എന്നുള്ള ബോധമുണ്ടെങ്കിൽ നമുക്ക് ആ വഴിക്ക് ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ച് ബോധത്തിന് അറിയുമെങ്കിൽ ആ വഴിക്ക് തിരിക്കാം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു കോശമല്ല, ഒട്ടേറെ കോശങ്ങളാണ്. ഒരു അവയവമല്ല, ഒട്ടേറെ അവയവങ്ങളാണ്. ഒട്ടേറെ ഭാഗങ്ങൾ അതിനകത്തുണ്ട്, ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്, പശ്ചാത്തലങ്ങളുണ്ട്. ഇവയെല്ലാം കൂടെ ചേരുന്ന ഒരു ഘട്ടത്തെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഈ നിമിഷം എന്ന് പറയുന്നത്. എന്റെ ശരീരം, എന്റെ ജീവിതം എന്ന് പറയുന്നതിന്റെ ഒരു നിമിഷം, ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്ന ആ ഒന്നിന് ഞാൻ നേരത്തെ പറഞ്ഞ ബഹുക്രമങ്ങൾ, പല ക്രമങ്ങൾ ഒരിടത്ത് വന്നു ചേരുന്നുണ്ട്. ഈ ഒരു ക്രമത്തിൽ, ഒരു ഇടത്ത്, ഒരു പോയിന്റിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അതിലൂടെ മുൻപോട്ട് പോകുന്ന സമയത്ത് അവയെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഡിറക്ഷനിൽ കൊണ്ടുപോകണം എന്നുള്ളതിന് ബോധത്തിന്, ഈ ശരീരത്തിന്റെ ബോധത്തിന് ഒരു ധാരണ, ഒരു ബോധം ഓൾറെഡി ഉണ്ടായിരിക്കണം. ആ ബോധത്തെയാണ് നമ്മൾ ദിശാബോധം എന്ന് പറയുന്നത്. അതായത് എന്റെ ശരീരം മുൻപോട്ട് പോകണമെങ്കിൽ എന്റെ ശരീരത്തിന്റെ ഓരോ കോശത്തിനും അതിന് ഒരു പ്രവർത്തന ഗതി ഉണ്ടാവും. ഈ പ്രവർത്തന ഗതി നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ വെക്ടറുകൾ എന്ന് പറയാറുണ്ട്. മലയാളത്തിൽ രശ്മി എന്നൊക്കെ പറയും. രശ്മി വെച്ചാൽ ഒരിടത്തും തുടങ്ങി ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് പോകുന്നു. അപ്പൊ അതുപോലെ വെക്ടറുകളായിട്ട് ഇതിങ്ങനെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരു വെക്ടർ അങ്ങോട്ടേക്ക് പോകുന്നു, വേറൊരു വെക്ടർ ഇപ്പോ എന്റെ വലത്തേക്കാല് പ്രവർത്തിക്കുന്നു, ഇടത്തേക്കാല് പ്രവർത്തിക്കുന്നു. വലത്തേക്കാലും ഇടത്തേക്കാലും കൂടെ ചേർന്നിട്ട് എന്റെ ശരീരത്തെ ഒരു പ്രത്യേക രീതിയിലേക്ക് മുൻപോട്ട് കൊണ്ടുപോകുന്നു.
മുൻപോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ ഒരു കാലം ഒരു സമയത്ത് പുറകോട്ടാണ് പോവുക, മറ്റൊരു കാലം മുൻപോട്ടാണ് പോവുക. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോ എന്റെ ഒരു കാലിന്റെ ചലനം എന്ന് പറയുന്നത് മറ്റേ കാലിനുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് പല ഡയറക്ഷനിൽ പോകുമ്പോഴും രണ്ട് കാലുകളും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ദിശയാണ്. ആ ദിശയിൽ നിന്നുകൊണ്ട് പോകുമ്പോഴാണ് എനിക്ക് ഒരു വഴിക്ക് പോകാൻ പറ്റുന്നത്, ഒരു പ്രത്യേക വഴിക്ക് പോകാൻ പറ്റുന്നത്. ആ പ്രത്യേക വഴിക്ക് പോകണമെങ്കിൽ എന്റെ ഇടത്തെ കാലിനും വലത്തെ കാലിനും പൊതു ലക്ഷ്യത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. ആ പൊതു ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം രണ്ട് കാലുകൾക്കും പ്രത്യേകം ഉണ്ടാകുമ്പോൾ രണ്ട് സമയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് അവ കോർഡിനേറ്റ് ചെയ്ത് ഒറ്റ പ്രവർത്തനത്തെ കാഴ്ചവെക്കാൻ കഴിയും. അങ്ങനെയുള്ളപ്പോഴാണ് എനിക്ക് ഏകീഭാവത്തിലായിരിക്കാൻ കഴിയുക, എന്റെ ശരീരത്തിന് ഏകീഭാവത്തിലായിരിക്കാൻ കഴിയുക, ഏകലക്ഷ്യത്തിലായിരിക്കാൻ കഴിയുക. നമ്മള് ഈ നമ്മുടെ കോർട്ടക്കാർ പ്രാക്ടീസിൽ പലപ്പോഴും നമ്മൾ ഡിറക്ഷൻ സെൻസിനെ കുറിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ ദിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കമാൻഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ പലരും നേരെ തിരിഞ്ഞു നിൽക്കുന്നത് കാണാം. എന്ന് വെച്ചാൽ വലത്തോട്ട് തിരിയേണ്ടടുത്ത് ഇടത്തോട്ട് തിരിയും, അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി നിൽക്കും, വലതാണോ ഇടതാണോ എന്ന് മനസ്സിലാകാത്തൊരവസ്ഥ. ചിലപ്പോ ഒരിടത്ത് വലത് ചലിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഉടനെ തന്നെ ഇടത് ചലിപ്പിക്കാനായിരിക്കും തോന്നുക. ഇത് കൃത്യമായി ഒരു ദിശയെ അനുധാവനം ചെയ്യാൻ, അനുകരിക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. രതീഷിന്റെ മൈക്കൊന്ന് ഓഫ് ചെയ്യട്ടോ. നമുക്ക് അനുധാവനം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോ അത് എന്താണ് ഈ അനുധാവനം ചെയ്യുക എന്ന് പറയുന്നത്? ഒരു ചലനം കാണുമ്പോൾ ആ ചലനത്തിന്റെ ഗതിക്കനുസരിച്ച് മറ്റു ചലനങ്ങളെ കൂടെ ഏകോപിപ്പിക്കുമ്പോഴാണ് ആ വ്യവസ്ഥയ്ക്ക് ഒരു പ്രത്യേക ദിശയിൽ പോകാൻ കഴിയുക. ഒരു ദിശയ്ക്കനുസരിച്ച് മറ്റു ദിശകൾക്കും കൂടെ ഒന്നിന്റെ ചലനത്തിനനുസരിച്ച് ചലന ദിശയ്ക്കനുസരിച്ച് മറ്റൊന്നിന്റെ ചലന ദിശയ്ക്കും കൂടെ ഏകഭാവത്തിലായിരിക്കാൻ കഴിയുമ്പോഴാണ് ഒരുമിച്ച് പോകാൻ കഴിയുക. എന്റെ വലത്തെ കൈ ഒരു പ്രത്യേക ലക്ഷ്യത്തിലായിരിക്കുന്നു, ഇടത്തെ കാൽ മറ്റൊരു ലക്ഷ്യത്തിലായിരിക്കുന്ന സമയത്ത് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇപ്പൊ വലിയ കൂറ്റൻ വാഹനങ്ങളുടെ മുകളിൽ ഈ ട്രാൻസ്ഫോർമറുകളൊക്കെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടാവും, നിറയെ ചക്രങ്ങൾ ഉണ്ടാവും. ഈ ചെറിയ ലോറികൾക്കൊക്കെ എന്ന് വെച്ചാൽ ഫ്രണ്ടിലെ രണ്ട് ചക്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയും, ബാക്കിയുള്ളതെല്ലാം ട്രെയിൻ പോലെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. പക്ഷെ വമ്പൻ ട്രക്കുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഉണ്ടാവും, എല്ലാത്തിനെയും തിരിക്കാൻ കഴിയും. പക്ഷെ ആ തിരിക്കലിനൊരു പ്രത്യേക ഗുണമുണ്ട്, എല്ലാം പ്രത്യേക ആംഗിളിലാണ് തിരിയുക, എല്ലാം ഒരേ ആംഗിളിലല്ല തിരിയുക, പലതും പല ആംഗിളിലാണ് തിരിയുക. അവയെല്ലാം കൂടെ ഏകോപിച്ച് തിരിയുന്ന സമയത്ത് ഈ വാഹനം ചെറിയ വളവിൽ പോലും പെട്ടെന്ന് തിരിച്ചെടുക്കാൻ കഴിയും. എന്ന് വെച്ചാൽ വ്യത്യസ്തമായ പലതും പല ദിശയിൽ തിരിഞ്ഞുകൊണ്ട് എന്നാൽ അത് ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ വാഹനത്തിന്റെ ആകത്തുക ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ മുൻപോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ദിശ എന്താണ് എന്നുള്ള പൊതുവായ ബോധത്തിൽ നിന്നും ഓരോ കശത്തിനും ഈ പൊതുബോധത്തോടെ ഏകോപിപ്പിച്ച് നിൽക്കാൻ പാകത്തിലുള്ള ഏകീബോധങ്ങൾ, സ്വതന്ത്ര ബോധങ്ങൾ ഉണ്ടായിരിക്കുകയും അവയെല്ലാം തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പൊതുബോധത്തിന്റെ അവസ്ഥയിലേക്ക് ശരീരത്തിന് പോകാൻ കഴിയുക. ഇങ്ങനെയുള്ള ശരീരകോശങ്ങളുടെ, ശരീര അവയവങ്ങളുടെ, ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആ പ്രവർത്തനത്തിനാണ് നമുക്ക് ഒരു ഏകദിശയിലുള്ള പ്രവർത്തനം ഉണ്ടാവുക. ഇതാണ് ഇതിന്റെ ഒരു ഭൗതിക രൂപം. വേണമെങ്കിൽ ഇതിനെ രാസരൂപം എന്ന് വിളിക്കാം, ഈ പ്രവർത്തനത്തിന്റെ രാസിക രൂപം എന്ന് വിളിക്കാം. ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് നോക്കാം. ഇപ്പോ ഞാൻ പറഞ്ഞു, ശരീരകോശങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് ഏകഭാവത്തിലേക്ക് വരുമ്പോഴാണ് ദിശാബോധം ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ രാവിലെ ഒരു പ്രത്യേക കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ അല്പം മദ്യം കയറ്റിയിരിക്കട്ടെ. നിങ്ങളുടെ ബോധത്തിന് തന്നെ ആ വഴിക്ക് ചിന്തിക്കാൻ പറ്റാതെ പോയി ചിലപ്പോൾ നിങ്ങൾ വഴി കിടന്നു എന്ന് വരും. മദ്യത്തിലേക്കൊന്നും പോകണ്ട, രാവിലെ പൂരി മസാല കഴിച്ചാൽ മതി. എണ്ണപ്പലഹാരം അകത്തേക്ക് ചെല്ലുന്നതോടുകൂടി ഡൈജസ്റ്റീവ് സിസ്റ്റം വേറൊരു വഴിക്ക് പോയി ഊർജ്ജം ആ വഴിക്ക് തിരിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ നിങ്ങളെ ഒരു കർമ്മം ചെയ്യാൻ പ്രാപ്തമാക്കേണ്ടുന്ന ശരീരാവയവങ്ങളെല്ലാം തന്നെ ഏകീഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ പ്രവർത്തനത്തിന് മുൻപോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആ പ്രവർത്തനം നടക്കും. പക്ഷെ അതിനിടയിലാണ് നിങ്ങൾ ഒരു ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഈ വഴിക്ക് ആയിത്തീരുന്നത്. ഈ വഴിക്ക് ആയിത്തീരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന്റെയും ബുദ്ധിയുടെയും ഒക്കെ പ്രവർത്തനം ആ വഴിക്കാകുമ്പോഴും ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റൊരു വഴിക്കായി. അപ്പോ ഈ ഏകീഭാവത്തിൽ നിന്നും ആ ഒരു ഭാഗം മാറി നിന്നു. അവിടെ വിസർജന പ്രക്രിയ അത് ബാധിക്കും.
അപ്പോൾ വിസർജന പ്രക്രിയ ഇതിൽ നിന്നും വീണ്ടും മാറുന്നു. പക്ഷെ നമ്മൾ ബുദ്ധി കൊണ്ട് അളക്കുന്ന സമയത്ത് ഇവയെല്ലാം അകത്തിരിക്കുമ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. ചെറിയൊരു മയക്കം, ചെറിയൊരു തളർച്ച, ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കുള്ളൂ. എങ്ങനെയാണിത് ഈ നമ്മുടെ മൊത്തം പ്രവർത്തനത്തെ ഇത് ബാധിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആലോചിക്കാതെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിലെത്താനുള്ള ആ ഒരു ഗതികം അല്ലെങ്കിൽ അതിന്റെ ഒരു ആക്സലറേഷൻ ഉണ്ടല്ലോ, ഈ ആക്സലറേഷനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരും. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ പ്രാപിക്കാനായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമുക്ക് ജീവിതത്തിലെ കോശങ്ങളെ ഓരോ വഴിക്കാക്കുന്നതും കലകളെ ഓരോ വഴിക്കാക്കുന്നതും നമ്മൾ ആലോചിക്കാറില്ല. പക്ഷെ പലപ്പോഴും ജീവിതത്തിന്റെ പല പ്രക്രിയകളും അങ്ങനെ ആയിത്തീരാറുണ്ട്. ഇതിലെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പലർക്കും ഈ ഒരു കാര്യം ജനിതകമായി കിട്ടുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഭക്ഷണം കഴിച്ചപ്പോൾ താൽക്കാലിക സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ ശരീരപ്രവർത്തനത്തിന് ആ ഏകഭാവം നഷ്ടപ്പെടുന്നു. ആ ബഹുക്രമം എന്നുള്ളൊരവസ്ഥ, ബഹുക്രമങ്ങൾ ഒരു സ്ഥലത്ത് കൂടുന്നതാണ് ഉണ്ടാകേണ്ടതെങ്കിൽ അതിൽ ഒരു ഭാഗം ഒരു ക്രമത്തിൽ വേറൊരു ക്രമത്തിലേക്ക് മാറുന്നു. ഈ പൊതുക്രമം എന്നുള്ളതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇതൊക്കെ സാന്ദർഭികമായിട്ടുണ്ടാവുന്നതാണെങ്കിലും ചിലർക്ക് ജനിതകമായി തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മളത് കൊട്ടക്കറവ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. പലർക്കും അത് അങ്ങനെ നമ്മളൊരു കാര്യത്തെ കൊടുക്കുന്ന സമയത്ത് ആ കൊടുക്കുന്നത് അതുപോലെ റിസീവ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമുക്കല്ല, പലർക്കും കഴിയില്ല. എന്തുകൊണ്ടാണ് റിസീവ് ചെയ്യാൻ കഴിയാത്തത്? പക്ഷെ അവരുടെ ധാരണ എന്താ, ആ കിട്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്നു എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കാൻ വരുന്നു, ഈ ക്ലാസ് കേൾക്കാൻ വരുന്ന ഭൂരിഭാഗം പേരുടെയും ധാരണ എന്താ വെച്ചാൽ, ഈ ക്ലാസ് കേൾക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം താൻ കൃത്യമായി ഗ്രാസ്പ് ചെയ്യുന്നു എന്നാണ്. ഗ്രാസ്പ് ചെയ്യാൻ കഴിയാറില്ല. എനിക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന മിക്ക ആളുകൾക്കും അത് അങ്ങനെയല്ല ബോധ്യമാകുന്നു. പിന്നെ എങ്ങനെയാ? അവരവർക്ക് അറിയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പോകും. അപ്പോൾ അവരവരുടെ മുൻധാരണ, വിശ്വാസം എങ്ങനെയാണ് ഉണ്ടായി വെച്ചിട്ടുള്ള ആ പാറ്റേണിനനുസരിച്ചാണ് തുടർന്ന് വരുന്ന ഇൻഫർമേഷനെ നമ്മൾ എടുക്കുക. അപ്പോ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസം എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഫോളോ ചെയ്യാൻ തോന്നും. അപ്പൊ ഞാൻ ആദ്യം പൂരി മസാലയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ സാന്ദർഭികമായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിനനുസരിച്ച്. രണ്ടാമത് ഇപ്പൊ പറഞ്ഞത് വിശ്വാസത്തിന്റെ കാര്യം. മൂന്നാമത് ജനിതകമായിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, നെർവസ് സിസ്റ്റത്തിനകത്ത് ന്യൂറോണുകൾ വഴി, മനുഷ്യന്റെ കാര്യത്തിലാണ് കേട്ടോ ഈ പറയുന്നത്, ന്യൂറോണുകളുടെ തുടർച്ചയിലൂടെയാണ് ന്യൂറോണുകൾ പരസ്പരം പാസ് ചെയ്യുന്ന നാഡീജാലങ്ങളിലൂടെയാണ് നെർവസ് സിസ്റ്റം എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ന്യൂറോണുകളിലൂടെ സിഗ്നലുകളെ പാസ് ചെയ്യുമ്പോൾ ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോണിലേക്ക് സംജ്ഞകൾ കൈമാറുന്ന ഭാഗത്തുണ്ടാവുന്ന ഏതാണ്ട് ഒരു റബ്ബർ പോലുള്ള, പെട്ടെന്ന് മനസ്സിലാവാനാണ് പറയുന്നത്, ഏതാണ്ട് റബ്ബർ ബുഷ് പോലുള്ള ഒരു ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഈ സിനാപ്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ കാൽഷ്യം മേജർ ആയിട്ടുള്ള ചില സബ്സ്റ്റൻസസ് കൊണ്ടാണ്. അതിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടിയാൽ പശിമ കൂടും. ഈ ന്യൂറോൺ നൽകുന്ന സിഗ്നലിൽ പൂർണ്ണമായിട്ടും അങ്ങോട്ടേക്ക് കൊടുക്കാൻ കഴിയാതെ ഒരു ഒട്ടലുണ്ടാവും. ഇവിടെ നിന്നുള്ള സിഗ്നൽ പൂർണ്ണമായിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കില്ല. ആ സിഗ്നലിനെ പൂർണ്ണമായിട്ട് ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ട് മുഴുവനായിട്ടും അങ്ങോട്ടേക്ക് കൊടുക്കാൻ കഴിയാതെ വരും. ചിലയിടത്താണെങ്കിൽ ആ കാൽഷ്യം വളരെ കുറവാണെങ്കിൽ ഇത് കുറെ കൂടെ ഹാർഡാവും. ഈ പറയുന്ന കാര്യം ചെറിയൊരു കാര്യമാണെങ്കിൽ അതിന് വലിയ രീതിയിലേക്ക് അവിടേക്ക് സംജ്ഞ കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള സംജ്ഞയല്ല പോവുക, വേറൊരു സംജ്ഞയാണ് അപ്പുറത്തേക്ക് പോവുക. ഈ പശിമ കൂടിയ അവസ്ഥയാണ് നമ്മൾ താളം കൂടിയ അവസ്ഥ എന്ന് പറയുന്നത്. പശിമ കുറഞ്ഞ അവസ്ഥയാണ് യുക്തി കൂടിയ അവസ്ഥ എന്ന് പറയാം. രണ്ട് വന്നു കഴിഞ്ഞാലും കൃത്യമായ സംജ്ഞ അങ്ങോട്ടേക്ക് സംവദിക്കപ്പെടില്ല. ഇത് ജനിതകമായി കിട്ടുന്ന, ഓരോരുത്തർക്കും ജന്മസിദ്ധമായി കിട്ടുന്നതാണ്. ഇതാണ് തിരുത്താനോട്ട് കഴിയുകയില്ല. അതാണ് ഇതിലെ ആകെയുള്ള ചാലഞ്ച്. തിരുത്താൻ കഴിയില്ല. ഓരോ വ്യക്തിക്കും ഇത് ജന്മസിദ്ധമായി കിട്ടുന്നത്, ജനിതകമായി ഉള്ളതാണ്. ഈ ജനിതകമായി കിട്ടുന്ന ഈ സംജ്ഞ ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്, ഒരാളുടെ ജീവിത വഴിയെക്കുറിച്ച് അയാൾ നിരന്തരം ശീലിച്ച കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അയാൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വിശ്വസിച്ച് അയാൾ അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ അയാൾക്ക് പ്രകൃതി നൽകുന്ന സൂചനകൾ, സംജ്ഞകളുണ്ട്. ഇവിടെ നിന്ന് വഴിതിരിയേണ്ടതുണ്ട് എന്ന് പ്രകൃതി നൽകുന്ന സംജ്ഞകളുണ്ട്. നമ്മൾ അതിനെ മറ്റു ചില കാര്യങ്ങൾ വഴി, നമ്മുടെ സംസ്കാരങ്ങൾ വഴി, നമ്മുടെ യുക്തി വഴി നമ്മൾ അതിനെ വഴിതിരിച്ച് നമ്മൾ എന്താണ് നമ്മൾ അതിനെ കഴിഞ്ഞ പരിപാടിയിൽ ഈ പ്രകൃതിയിൽ ഇതെങ്ങനെയാണ് സ്വാഭാവികമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കാണിക്കാനുള്ള ഒരു ഡെമോൺസ്ട്രേഷനിൽ നമ്മൾ അതിനെ വിളിച്ചത് ഓർഗനൈസ്ഡ് ക്രൈം എന്നാണ്. ആ ഒരു ഓർഗനൈസ്ഡ് ക്രൈമിലൂടെ നമ്മൾ സഹജഭാവത്തെ വഴിതിരിച്ചു വെക്കുന്ന സമയത്ത്
നമ്മൾ അറിയാതെ നമ്മളുടെ പ്രവർത്തന ക്രമമെല്ലാം ആ ദിശയിലായി തീരും. അതായത് സഹജമായ രീതിയിൽ ഇതിനെ നമ്മളൊരു കാര്യത്തെ അറിയുന്നതിന്, സഹജമായ രീതിയിൽ നമ്മൾ അറിയുന്നതിന്, സഹജമായ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളുന്നതിന് പകരം നമ്മൾ അതിനെ കൃത്രിമമായിട്ട് ഉൾക്കൊള്ളുകയും കൃത്രിമമായിട്ട് അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു കാര്യം അറിയുന്ന സമയത്ത് അത് ഇന്ന വഴിക്കാണ് ഇത് പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി, ജന്മസിദ്ധമായ ശേഷി നമുക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് വരും. നമ്മുടെ കയ്യിലേക്ക് ഇപ്പോൾ കോട്ടക്കാവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുണ്ട്, ബാറ്റണുകൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എറിഞ്ഞ് കൈമാറും. ഈ എറിഞ്ഞ് കൈമാറുന്ന സമയത്ത് ആ ബാറ്റൺ ഒരു പ്രത്യേക പൊസിഷനിൽ തന്നെ ആയി പാസ് ചെയ്ത് പോകണമെന്നാണ് നിയമം, നമ്മൾ കൽപ്പിക്കുന്ന നിയമം. പക്ഷെ ഈ നിയമത്തെ തെറ്റിച്ചുകൊണ്ടാണ് പലരും അങ്ങോട്ടേക്ക് പാസ് ചെയ്യുക. എന്തുകൊണ്ടാണ്? ഇത് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ക്ഷമത നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ്. ആ ക്ഷമത ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കാണുന്നത് ആ ബാറ്റൺ നേരെയാണ് എന്നുള്ള രൂപത്തിലാണ്. പക്ഷെ നമ്മളുടെ കൈകാര്യക്ഷമത എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മസ്തിഷ്കത്തിലേക്ക് ഈ കാര്യങ്ങൾ, ഇപ്പൊ ഒരു ബാറ്റൺ നമ്മുടെ നേരെ പറന്നു വരുന്ന സമയത്ത് അത് ചരിഞ്ഞു വരികയാണെങ്കിൽ അതിനെ പിടിച്ച് നേരെയാക്കി നിവർത്തി മറ്റൊരാൾക്ക് കൈമാറണമെങ്കിൽ ഇതിന്റെ പൊസിഷനെ കുറിച്ചുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരിക്കണം, എന്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം. ഈ വരുന്ന ഒരു ബാറ്റൺ ചരിഞ്ഞാണ് വരുന്നതെങ്കിൽ ആ ചരിയുന്നുണ്ട് എന്നത് ബോധ്യപ്പെടാനുള്ള സ്വീകരണ ശേഷി എനിക്കുണ്ടായിരിക്കണം. അതിനെ തിരിച്ച് നമ്മൾ വെളിയിലേക്ക് മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് അത് തിരിയാതെ നേരാവണ്ണം നിലനിർത്തി കൊണ്ടുപോകുവാനുള്ള ശേഷി നമുക്കുണ്ടായിരിക്കണം. ഭാഗ്യം കൊണ്ട് സാധാരണ മനുഷ്യർക്ക്, ട്രെയിൻഡ് അല്ലാത്ത മനുഷ്യർക്കാർക്ക് ഈ ശേഷി ഉണ്ടാകാറില്ല. വളരെ ചുരുക്കം ആളുകൾക്കാണ് അത് കൃത്യമായി കൊണ്ടുപോകാനുള്ള ശേഷി ഉണ്ടാവുക. ഭൂരിഭാഗം പേർക്കും ഇത് ഉണ്ടാകാറില്ല. അത് കാണുമ്പോഴാണ്, അത് കൃത്യമായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഇത് തന്റെ കഴിവിനെയാണ് ഈ ബാറ്റന്റെ രൂപത്തിൽ, ഗ്രാഫിന്റെ രൂപത്തിൽ കാണുന്നതെന്ന് മനസ്സിലാക്കുക. ഭൂരിഭാഗം പേർക്ക് അതും മനസ്സിലാവാറില്ല. താൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ള ധാരണയിലാണ് ഉണ്ടാവുക. അപ്പോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വരുന്ന ബാറ്റൺ എന്ന് പറയുന്നത് ചരിഞ്ഞ് ഇടത്തോട്ട് ചരിഞ്ഞ്, വലത്തോട്ട് ചരിഞ്ഞ്, മുൻപോട്ട് ചരിഞ്ഞ്, പുറകോട്ട് ചരിഞ്ഞ്, അല്ലെങ്കിൽ മലക്കം മറിഞ്ഞ് വരുന്ന സമയത്ത് അങ്ങനെയാണ് കൊടുക്കാൻ തനിക്കുള്ള ശേഷി എന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. താൻ കൊടുക്കുന്നത് ശരിയാണെന്നാണ് അവർ ധരിക്കുക. താൻ പാസ് ചെയ്യുന്നത് വളരെ ശരിയാണെന്ന്, തനിക്ക് അബദ്ധം പറ്റുന്നു എന്നത് പോലും മനസ്സിലാവില്ല. ഈ പൊതുനിയമം താൻ പാലിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. ഇനി അഥവാ അത് തിരിച്ചറിഞ്ഞാൽ തന്നെ എന്തുകൊണ്ടാണ് പൊതുനിയമം പാലിക്കാൻ തനിക്ക് കഴിയാതെ വരുന്നത്? തന്റെ മസ്തിഷ്കവും കയ്യും തമ്മിലുള്ള കോർഡിനേഷൻ കൃത്യമായിട്ട് സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അത് മനസ്സിലാവില്ല. ഇതിന്റെ അടുത്ത ചുവടാണ് ദിശാബോധം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അത് ഏത് ദിശയിലായിരിക്കണം, ഏത് ക്രമത്തിലായിരിക്കണം, അതിന് തലയുണ്ടോ വാലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ ഈ സിനാപ്സുകളെല്ലാം ഒരു ക്രമത്തിൽ പ്രവർത്തിക്കണം. കൈയുടെ സിനാപ്സുകൾ, കാലിന്റെ സിനാപ്സുകൾ, നമ്മുടെ ശരീരത്തിന്റെ നെർവസ് സിസ്റ്റത്തിലെ വിവിധ ഭാഗത്തിൽ കിടക്കുന്ന ന്യൂറോണുകളും ന്യൂറൽ പാത്വേകളെല്ലാം തന്നെ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. ഈ കോർഡിനേഷൻ കൃത്യമായി സംഭവിക്കുമ്പോഴാണ് ഈ ദിശ എന്നുള്ളത് സംഭവിക്കുക. ഈ ദിശയെക്കുറിച്ച് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ച് ഇരുമ്പ് പൊടി ഒരു കാന്തത്തിന്റെ പേപ്പറിന്റെ അടിയിൽ വെച്ചിട്ട് കാന്തത്തിന്റെ മുകളിലേക്ക്, ആ പേപ്പറിന്റെ മുകളിലേക്ക് കുറച്ച് ഇരുമ്പ് പൊടി ഇട്ടാൽ കാന്തിക ബലരേഖകളുടെ ഒരു വിന്യാസം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോ കാന്തം എങ്ങനെയാണ് ചലിക്കുന്നത് അനുസരിച്ച് ഇവയെല്ലാം തന്നെ ഒരു പ്രത്യേക ദിശയിലായിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ പ്രത്യേക ദിശയിലായിരിക്കുന്നത് പോലെ നമ്മുടെ ശരീരകോശങ്ങള്, നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ചിന്ത, നമ്മുടെ ബോധ്യം, നമ്മുടെ അറിവ്, വിശ്വാസം, ശീലം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഏകഭാവത്തിൽ ഏകദിശയിലായിരിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ശരിക്കും ദിശാപൂർണമായ ഒരു രൂപത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുക. ഒരു ബാറ്റൺ കൈമാറുന്നതായിക്കോട്ടെ, ഒരാശയം പറയുന്നതായിക്കോട്ടെ, ഒരാശയത്തെ സ്വീകരിക്കുന്നതായിക്കോട്ടെ, ആശയത്തെ ബോധ്യപ്പെടുന്നതായിക്കോട്ടെ, ഏത് വിധത്തിലാണെങ്കിലും അയാൾക്കത് കൈകാര്യപരമായി വരണമെങ്കിൽ, അയാളുടെ കൈകാര്യത്തിലേക്ക് വരണമെങ്കിൽ അയാൾക്ക് ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റഡ് ആയിട്ട് ഉള്ളിൽ സംഭവിക്കണം. അങ്ങനെ സംഭവിക്കും എന്നാണ് എല്ലാവരുടെയും ധാരണ. കോട്ടക്കാർവ് ചെയ്യുന്നത് വരെ മിക്കവാറും പേര് അങ്ങനെ തന്നെയാണ് ധരിക്കുക. കോട്ടക്കാർവ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുക അങ്ങനെയല്ല സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ പരിമിതികളെ തിരിച്ചറിയുന്നത്. അപ്പോൾ ദിശാബോധം എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകുക എന്നുള്ളതിനേക്കാളും കൂടുതൽ, ഇപ്പൊ പാലക്കാട് ജനിച്ചു വളർന്ന ഒരാളോട് നിങ്ങൾ പാലക്കാട് ജനിച്ചു വളർന്ന ആളുകൾക്കെല്ലാം തന്നെ ഇടത്ത് തെക്ക് ഭാഗത്ത് തെന്മലയും വടക്ക് ഭാഗത്ത് വടമലയും ഉള്ളത് കാണാൻ പറ്റും. ഇവിടെ നെല്ലിയാമ്പതിയാണെന്നും അവിടെ മറ്റേ അകമലവാരമാണെന്നും ഒക്കെ നമുക്കറിയാം.
പക്ഷേ നിങ്ങളുടെ വീടിന്റെ വടക്ക് വശത്ത്, നിങ്ങളുടെ വീടിന്റെ തെക്ക് വശത്ത് പാലക്കാട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇടുക്കിയിലുള്ള ഒരാളോട് നമ്മൾ ദിശയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. വടക്ക് ദിശ, തെക്ക് ദിശ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ജില്ലകൾക്കനുസരിച്ച്, സംസ്കാരങ്ങൾക്കനുസരിച്ച്, പ്രദേശങ്ങൾക്കനുസരിച്ച്, ടെറൈനുകൾക്കനുസരിച്ച് ഈ ദിശയെക്കുറിച്ചുള്ള ബോധത്തിൽ വ്യത്യാസമുണ്ട്. ഞാൻ കേരളത്തിന്റെ മാത്രം അവസ്ഥ വെച്ചിട്ടാണ് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പരീക്ഷണം നടത്താനോ നിരീക്ഷണം നടത്താനോ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഈ വിധത്തിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ ഇടതാണോ വലതാ, അല്ലെങ്കിൽ തെക്കാണോ വടക്കാണോ പടിഞ്ഞാറാണോ കിഴക്കാണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ട്. പട്ടികളെ നമ്മൾ ഒരിടത്ത് കൊണ്ട് വിട്ടുതിരിക്കട്ടെ, ഒരു 50 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീടിന് മുമ്പിൽ വന്നിരിക്കുന്നത് കാണാം. അവൻ എങ്ങനെയാണ് ദിശ കണ്ടുപിടിച്ചത്? അവന്റെ ഉള്ളില് അവന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവന്റെ ശരീരകോശങ്ങൾ അവന്റെ ഭക്ഷണമേ കഴിക്കൂ, അവന് വേണ്ടടത്തേക്ക് കിടക്കുള്ളൂ, അവന് സൗകര്യപ്രദമായിട്ടുള്ളിടത്തേ ചെയ്യുള്ളൂ. അവന്ന് വെച്ചാൽ അവൻ സഹജഭാവത്തെയാണ് ആശ്രയിക്കുന്നത്. അവന്റെ നാവിഗേറ്ററായിട്ട് അവന്റെ സഹജഭാവത്തെ ഉപയോഗിക്കുന്നു. അവൻ വിദ്യയെ ഉപയോഗിക്കുന്നില്ല, അറിവെന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ ഉപയോഗിക്കുന്നില്ല, വെളിയിൽ നിന്ന് കിട്ടുന്ന സംസ്കാരത്തെ ഉപയോഗിക്കുന്നില്ല, വെളിയിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ ഉപയോഗിക്കുന്നില്ല. അവന്റെ സഹജഭാവത്തെ ഉപയോഗിക്കുന്നത് കൊണ്ട് അവനെ സംബന്ധിച്ചോളം കൃത്യമായ ദിശ എവിടേക്കാണ് എന്നുള്ള ബോധ്യമുണ്ടാവും. പട്ടിക്ക് ബോധ്യമുണ്ടാവും, പൂച്ചയ്ക്ക് ബോധ്യമുണ്ടാവും, മിക്കവാറും എല്ലാ ജീവികൾക്കും ഈ ദിശയുടെ ബോധ്യമുണ്ട്. ഈ സൈബീരിയൻ കൊക്കുകളൊക്കെ ഇവിടെ വരുന്നത് എത്ര കൃത്യമായിട്ടാണ്. അപ്പോ ഈ ബോധ്യം അവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ് കാര്യം. മനുഷ്യർക്ക് ഇത് ഉണ്ടാവുന്നില്ല. കാരണം എന്താ? മനുഷ്യൻ അവൻ ബയസ്ഡ് ആയിട്ടുള്ളത് അവന്റെ ഉള്ളിലുള്ള ഈ ദിശയെക്കുറിച്ചുള്ള സങ്കല്പനങ്ങളിൽ നിന്നാണ്. അവന്റെ സഹജശേഷിയിൽ നിന്നല്ല. അവൻ സംസ്കാരത്തിൽ നിന്നും മനസ്സിലാക്കിയത്, അവന്റെ കേൾവിയിൽ നിന്നും മനസ്സിലാക്കിയത്, അവൻ പഠിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവൻ ആവർത്തിച്ച് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറെന്നുള്ളത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവൻ അറിയില്ല വടക്കും കിഴക്ക് എവിടെയാണെന്ന് അറിയില്ല, അവന് മനസ്സിലാവില്ല. കാരണം അവനത് പഠിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ഇപ്പോൾ ഇടുക്കിയിൽ ജനിച്ചു വളർന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിത പ്രയോഗങ്ങളിൽ അത് വരുന്നത് കൊണ്ട് അവൻ അത് ബോധ്യപ്പെടുന്നുണ്ട്. അവൻ അവിടുത്തെ ടെറൈനിൽ ജീവിച്ച് കയറിയും ഇറങ്ങിയും ജീവിക്കുന്നത് കൊണ്ട് അവന്റെ ശരീരത്തിന് അതൊരു ഭാഷയായിട്ട് മനസ്സിലാകാൻ തുടങ്ങും. അവന്റെ കേൾവിക്കല്ല, അവന്റെ ശരീരത്തിന് ഒരു ഭാഷയായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് അവന്റെ ശരീരകോശങ്ങൾ അലയം ചെയ്യപ്പെടും. അതുകൊണ്ട് അവനത് ബോധ്യമാകും. പാലക്കാടിലെ പ്ലെയിൻസിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് അവന് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. തൊഴിലിനനുസരിച്ച് ആധുനികമായിട്ട് തൊഴിലുകളിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ തുടങ്ങിയ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചോളം ഈ ദിശ എന്നുള്ള സംഭവന വഴങ്ങുന്നതല്ല. അവർ കോമ്പസ് വേണം അത് നോക്കണമെങ്കിൽ. അതേസമയം ഇപ്പോ ഒരു കർഷകനാണെങ്കിൽ ആ കർഷകൻ അവൻ മണ്ണുമായിട്ട് ചേർന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ നിത്യജീവിതത്തിൽ സൂര്യപ്രകാശവും ചന്ദ്രപ്രകാശവും അവയുദിക്കുന്ന സ്ഥലവും എല്ലാം അവന്റെ ജീവിതത്തെ ബാധിക്കും, ശരീരത്തിൽ തട്ടുന്നതാണ്. ശരീരാവബോധം കൊണ്ട് അത് സ്വീകരിക്കുന്നതുകൊണ്ട് അവന് അതിന്റെ ദിശയെക്കുറിച്ച് അവന് തിരിച്ചറിയാൻ കഴിയും. ജന്മസിദ്ധമായിട്ട് ഈ വക കാര്യങ്ങൾ, ഉപകരണങ്ങളെ, വസ്തുക്കളെ, സസ്യങ്ങളെ, ജീവജാലങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അത് തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരാളെ സംബന്ധിച്ചോളം അവരുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനനുസരിച്ച്, ഈ ദിശയ്ക്കനുസരിച്ച് പാകപ്പെടുന്നതായിരിക്കും. ബുദ്ധി കൊണ്ട് മാത്രം ജീവിക്കുക, ബുദ്ധി കൊണ്ട് ഈശ്വരനെ മനസ്സിലാക്കുക, ബുദ്ധി കൊണ്ട് പ്രകൃതിയെ മനസ്സിലാക്കുക, ബുദ്ധി കൊണ്ട് അറിവിനെ മനസ്സിലാക്കുക, ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് ബുദ്ധിക്കകത്താണ് ദിശ എന്ന് പറയുന്നത്. ഇതിനെ അളക്കണമെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടൊരു ഉപകരണം വേണ്ടി വരും, അവനൊരു കോമ്പസ് വേണ്ടി വരും, അവനൊരു സൂചകം വേണ്ടി വരും. അവന് ഉപകരണങ്ങളില്ലാതെ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോ ഈ ദിശ എന്ന് പറയുന്നത് ഒരു വശം. അതുപോലെ തന്നെ ഇപ്പോ വലത്, ഇടത്, മുൻപ്, പിൻപ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഭൂരിഭാഗം പേർക്കും അത് വഴങ്ങില്ല. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ എന്റെ കൂടെ കോട്ടക്കാർവ് ചെയ്യാത്ത ആളുകൾക്ക് ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാവില്ല. നമ്മൾ കോട്ടക്കാർവ് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് 30-40 പേര് ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭൂരിഭാഗം പേരും പ്രാക്ടീസ് ചെയ്തിട്ട് ശീലിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ വെച്ച് കൃത്യമായിട്ട് നമ്മളൊരു പ്രത്യേക ദിശയിൽ നമ്മൾ 20 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രി 60 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി നമ്മൾ തിരിയുന്ന സമയത്ത് ആ അളവിൽ, ആ അനുപാതത്തിൽ തിരിയാൻ ഭൂരിഭാഗം പേർക്കും കഴിയാറില്ല. കഴിയാതെ പോകുന്നതിലെ ഭൂരിഭാഗം പേരും ആരാണ്? അവർ ചർച്ചകളിൽ സജീവമായിരിക്കും. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ വരികളായിരിക്കും അവർ ശ്രദ്ധിക്കുക. അവർ ജീവിതത്തെ മുഴുവൻ ആദർശപൂർണമായിട്ടും ദാർശനികമായും കാണുന്നവരായിരിക്കും. ജീവിതത്തെ അനുഭവിക്കില്ല, കവിതയുടെ ഈണത്തെ അനുഭവിക്കില്ല. ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ചർച്ചയിൽ എല്ലാവരും ചേർന്ന് ഇഴുകി നിൽക്കുന്ന ആ പാരസ്പര്യത്തെ അവർ അനുഭവിക്കില്ല. അവര് ആ ആശയത്തിന്റെ പ്രകടനത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. അപ്പോ ഈ ദിശാബോധം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഷയാണ്, ശരീരത്തിന്റെ ഒരു വ്യാകരണമാണ്.
ഏത് കാര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ശരീരത്തിന്റെ ജന്മസിദ്ധമായ ഒരു ശേഷിയുണ്ടല്ലോ. ആ ജന്മസിദ്ധ ശേഷിയെ നാം ജീവിച്ച ടെറൈനനുസരിച്ച് നമ്മൾ ഉപയോഗിച്ച് പരിചയിച്ച ഒരു പ്രായോഗിക അവബോധമുണ്ടല്ലോ. ഈ അവബോധത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തു വരുന്നതാണ് ദിശാബോധം എന്ന് പറയുന്നത്. അതിന്റെ മുകളിലാണ് ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പനങ്ങൾ വെച്ച് ജീവിതത്തിൽ ഞാൻ ഇന്ന വഴിക്കാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും പ്രയോഗിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ഒക്കെ. അവിടുത്തെ ദിശാബോധത്തെ കുറിച്ചാണ് പൊതുസമൂഹം പറയുന്നത്. നിന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല, ലക്ഷ്യബോധമില്ല എന്നുള്ളത്. ഈ ലക്ഷ്യബോധം വരണമെങ്കിൽ അവന്റെ ഒന്നുകിൽ അവനെ പ്രേരിപ്പിക്കുന്ന, അവനെ വല്ലാതെ ആകർഷിപ്പിക്കുന്ന, അവന് പ്രണയം തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും അവിടെ വേണം. അവന്റെ പ്രണയം എവിടെന്നാ വരിക? ഉൾക്കാമ്പിൽ നിന്നാണ്. അവന്റെ ഉൾക്കാമ്പിൽ നിന്നും വരുന്ന ഒരു പ്രണയം തോന്നിപ്പിക്കുന്ന ഒരു വലിയ ആകർഷണ വസ്തു അല്ലെങ്കിൽ ആകർഷണ ഘട്ടം അവിടെ ഉണ്ടാവണം. അതിനോട് അഭിനിവേശം തോന്നുന്ന സമയത്ത് ആ വഴിക്ക് അവന്റെ കോശങ്ങളെല്ലാം രമിച്ചു പോകും. ആ അവൻ രമിക്കണമെങ്കിൽ അതിന് അവന്റെ ശരീരകോശങ്ങൾ അതിനനുസരിച്ച് രമിക്കണം. ശരീരത്തിന്റെ അവയവങ്ങൾ, ശരീരത്തിന്റെ ഓരോന്നും ആ ദിശയ്ക്കനുസരിച്ച് പോകേണ്ടി വരും. ഈ മാഗ്നറ്റിന്റെ മുകളിൽ ഇരുമ്പോടി എല്ലാം കൂടെ ഒരു ഭാഗത്തേക്ക് അലൈൻ ചെയ്ത് നിൽക്കുന്നത് പോലെ നമ്മുടെ കോശങ്ങൾ, ശരീരകോശങ്ങൾ ഓരോന്നും ആ ദിശയിലേക്ക് പോകുവാൻ പാകത്തിൽ ക്രമീകരിക്കണം. അങ്ങനെയുള്ള ഒരു ക്രമീകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് അവൻ ആ ദിശാബോധം ഉണ്ടാവുക. ശരീരത്തിന് ഈ ഒരു ഫാക്കൽറ്റി ഇല്ലെങ്കിൽ, ശരീരഘടനയ്ക്ക് ഈ ഒരു ഫാക്കൽറ്റി ഇല്ലെങ്കിൽ, ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ ഒരു ഫാക്കൽറ്റി ഇല്ലെങ്കിൽ, ഇനി അഥവാ ഇതെല്ലാം ഉണ്ടായാലും നമ്മൾ കഴിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച്, നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ച്, നമ്മൾ കരുതി വെച്ചിട്ടുള്ള വിശ്വാസങ്ങൾക്കനുസരിച്ച്, നമ്മൾ ഇടപെടുന്ന പശ്ചാത്തലങ്ങൾക്കനുസരിച്ച് ഇവയിലെല്ലാം മാറ്റം വരാം. ഇവയെല്ലാം ഏകീകരിക്കണമെങ്കിൽ നമുക്ക് ആ ഏകീഭാവത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം വേണ്ടിവരും. അതിനുള്ള സിദ്ധി നമുക്ക് കിട്ടിയിട്ടുണ്ടോ? പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കത് കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ ശരീരം അത്തരത്തിലാണോ പ്രവർത്തിക്കുന്നത്? നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മളെ ജനിച്ചു വളർന്ന പശ്ചാത്തലങ്ങൾ നമുക്ക് ആ ദിശാബോധം നൽകിയിട്ടുണ്ടോ? ഇതൊന്നും തരാതെ, ഈ ദിശാബോധങ്ങളൊന്നും തരാതെ നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാകണം, ജീവിതാവബോധം ഉണ്ടാകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇപ്പൊ പൊതുജീവിതത്തിൽ നമ്മൾ എല്ലാവർക്കും ഒരു ജീവിത ലക്ഷ്യമുണ്ടാകണം എന്ന് പറയുന്നത് ആരാണ് ആ ലക്ഷ്യം തീരുമാനിച്ചത്? എവിടെയോ നിൽക്കുന്ന ഒരു അതോറിറ്റേറിയൻ സിസ്റ്റം അവരുടെ മെക്കാനിക്കൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ നിലനിർത്താനായിട്ട് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ അതിൽ നിന്ന് ശമ്പളം വാങ്ങിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധമുണ്ട്. അതിനനുസരിച്ചാൽ അത് നിങ്ങളുടെ ഹൃദയം പറയുന്ന ഒരു ഈണത്തിനനുസരിച്ച്, ഹൃദയം പറയുന്ന ലക്ഷ്യത്തിനനുസരിച്ച് പോകാനുള്ള അവബോധമാണോ നിങ്ങൾക്കുള്ളത്? എങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലാതെ സമൂഹം വിലയിരുത്തുക. നമ്മുടെ ലക്ഷ്യബോധം എന്ന് പറയുന്നത് ഓരോ സത്തയും ഇവിടെ ഉണ്ടാകുന്നത് അതിന്റെ ധർമ്മത്തിന് വേണ്ടിയായിരിക്കും. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം, അതായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. ഓരോ സത്തയും ഉണ്ടാകുന്നത് ഒരു ധർമ്മം നിർവഹിക്കാനാണ്. ആ ധർമ്മം മറ്റൊരു ജീവിക്ക് ഉണ്ടാവില്ല. നിങ്ങൾ അനന്യമായ യുണീക്കായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. ആ നിർമ്മിതിക്ക് അതിൻ്റെതായ ജീവിത ലക്ഷ്യങ്ങളുണ്ട്. ഈ ജീവിത ലക്ഷ്യങ്ങൾ കരുതിയിട്ടുള്ളത് നിങ്ങളുടെ വാസനകളിലും ചോദനകളിലുമാണ്. നിങ്ങളുടെ വാസനകൾക്കും ചോദനകൾക്കും അനുസരിച്ചുള്ള വഴികളാണ് നിങ്ങൾ കാണുക. അത് നിങ്ങൾ നിരന്തരമായിട്ട് സംസർഗത്തിലൂടെ ചില ആളുകളിലൂടെ ചില ആശയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ആശയമാണെന്ന് തോന്നും. അതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് തോന്നും. കുറച്ചുനാൾ ആ വഴിക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നിങ്ങൾ അതിലൂടെ പോകാൻ അനുവദിക്കില്ല. നിങ്ങളെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തു എന്ന് വരും, നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വരും, അതിന് ഒരുപാട് ഹഡിൽസ് ഉണ്ടായി വരും, അതിനകത്ത് ഒരുപാട് ഫ്രിക്ഷൻസ് ഉണ്ടായി വരും. അപ്പൊ മനസ്സിലാക്കുക, നിങ്ങളുടെ വാസനയ്ക്കും ചോദനയ്ക്കും പ്രകൃതി നൽകുന്ന ആനുകൂല്യങ്ങൾക്കും അനുസരിച്ചല്ല നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ എവിടെ ഒരു തെറ്റുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ദിശ എന്താണ്? അത് നമ്മുടെ വാസനകൾ നമ്മളെ നയിക്കും, നമ്മുടെ ചോദനകൾ നമ്മളെ നയിക്കും. ആ വഴിക്ക് നമ്മൾ പോകണം. ആ വഴിക്ക് പോകുവാൻ പാകത്തിൽ നമ്മളെ തുറന്നു വെച്ചാൽ നമ്മുടെ ദിശാബോധം പെർഫെക്റ്റ് ആയിരിക്കും. അതല്ലാതെ നമ്മുടെ ദിശാബോധത്തെ മറ്റാരെങ്കിലും നിർവചിച്ചതിനനുസരിച്ച് ക്രമപ്പെടുത്തുകയും എന്നാൽ എന്റെ ആന്തരിക ഘടനയും ആന്തരിക ചോദനയും എല്ലാം തന്നെ മറ്റൊരു വഴിക്കാകുകയും ചെയ്യുമ്പോൾ ഈ ദിശാബോധം കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം എന്താ? നമ്മുടെ ചിന്ത ഒരു വഴിക്ക്, ശരീരഘടന ഒരു വഴിക്ക്, പ്രകൃതി വിളിക്കുന്നത് ഒരു വഴിക്ക്, പ്രകൃതി നമ്മളെ നയിക്കുന്നത് ഒരു വഴിക്ക്, സാഹചര്യങ്ങളുടെ പ്രേരണ മറ്റൊരു വഴിക്ക്, ഇങ്ങനെ പല വഴിക്കാവുന്ന സമയത്ത് പല വഴിക്ക് നമ്മൾ നടന്നു പോകേണ്ടി വരും. അപ്പോൾ ദിശാബോധം എന്ന് പറയുന്ന ആ ഒന്ന് സത്യത്തിൽ ജന്മസിദ്ധമായി ഉണ്ടാകുന്നതാണ്. ആ ജന്മസിദ്ധ ശേഷിക്കനുസരിച്ച് നമ്മുടെ ശരീരവിന്യാസങ്ങളെല്ലാം ക്രമപ്പെട്ടിരിക്കുന്നു. ആ ശരീരവിന്യാസങ്ങളുടെ ക്രമത്തിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. ആ പ്രവർത്തനത്തിന്റെ ഔട്ട്പുട്ടിനനുസരിച്ച് നമ്മുടെ ഉള്ളിലെ ചോദനകൾ ഉണ്ടാവുക, നമ്മുടെ തിരിച്ചറിവുകൾ ഉണ്ടാവുക. ഇതൊക്കെ തന്നെയാണെങ്കിലും ഉപരിവ്യവസ്ഥ നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മളെ നിർമ്മിച്ചിട്ടുള്ളത് എന്താണോ ഇതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നിരന്തരം നമ്മുടെ മുന്നിലേക്ക് തന്നുകൊണ്ടിരിക്കും. നിങ്ങളെ ഒരു തൂത്തുവാരാൻ വേണ്ടിയാണ് നിങ്ങളെ ഒരു സ്ഥാപനത്തിൽ നിയോഗിച്ചിട്ടുള്ളതെങ്കിൽ മാനേജർ കാണുമ്പോൾ നിങ്ങളോട് തൂത്തുവാരൂ എന്ന് പറയേണ്ടി വരും.
എന്തുകൊണ്ടാ? നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടല്ലേ, ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അയാളത് പറയില്ല, കാരണം നിങ്ങൾ നിങ്ങളുടെ ധർമ്മം നിർവഹിക്കും. നിങ്ങളുടെ ധർമ്മം നിർവഹിക്കുന്നവരെ നിങ്ങളുടെ വാസന മറ്റൊന്നാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ വാസന മറ്റൊന്നാണ്, അപ്പൊ നിങ്ങൾ ആ വഴിക്ക് പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ പ്രേരണ അനുസരിച്ച് വേറൊരു വഴിക്ക് പോകുന്നു. നിങ്ങൾ അവിടെ ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു, അവിടെ ചെന്നിട്ട് നിങ്ങൾ മറ്റേ റിസപ്ഷനിലെ ജോലികളെല്ലാം നോക്കുകയാണ്. പക്ഷെ അവിടെ നിങ്ങളെ നിയോഗിച്ചിട്ടുള്ള ആള്, നിങ്ങളുടെ നിയോഗം എന്ന് പറയുന്നത് തൂത്തുവാരാനാണ്. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ജോലി മാനേജറുടെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ ഒരു നിർദ്ദേശം വന്നുകൊണ്ടിരിക്കും, തൂത്തുവാരു എന്നുള്ളത്. പ്രകൃതി നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് ഏത് വഴിക്കാണ്, അതിനനുസരിച്ചുള്ള ജീവിതാനുഭവങ്ങൾ മുൻപോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആ വഴിക്ക് പോകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് താല്പര്യം എന്താണോ ആ വഴിക്ക് പോകാൻ നമുക്ക് ഇങ്ങനെ ഇടയിൽ നമ്മൾ ശീലിച്ചതിനനുസരിച്ച് നമുക്ക് വേറൊരു വഴിക്ക് പോകാൻ തോന്നിക്കൊണ്ടിരിക്കും. നല്ല ജോലി വേണം, നല്ല വീട് വേണം, നല്ല കാറ് വേണം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കും. നമ്മുടെ വാസന ഇതിനായിരിക്കില്ല, വാസന മറ്റൊന്നായിരിക്കും. ആ മറ്റൊരു വാസനയ്ക്കനുസരിച്ച് പോകാൻ നമുക്കൊട്ട് തോന്നുകയുമില്ല. അപ്പോ ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ദിശാബോധം ഉണ്ടാകുന്നു. നമ്മുടെ രണ്ട് ഘടകങ്ങൾ ഒരു ദിശയിലല്ലെങ്കിൽ നമുക്കത് ഒരുമിച്ച് ആകാൻ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ ഗയ്യ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങളിൽ രണ്ടുപേർ, അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്നത് നിങ്ങളിൽ രണ്ടുപേർ ഒരുമിച്ച് ചോദിക്കുന്ന കാര്യം നടപ്പിലാക്കി തരുന്നുള്ളത്. എന്തുകൊണ്ടാണത്? നിങ്ങളിൽ രണ്ടുപേർ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് അവയുടെ വിന്യാസത്തിന് കൂടുതൽ ശക്തി വന്നു. നിങ്ങളുടെ ശരീരത്തിലെ രണ്ട് കോശങ്ങൾ, രണ്ട് അവയവങ്ങൾ ഒരു പ്രത്യേക ധാരയിലേക്ക് ചലിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഗതികത്തിന് ആ ഒരു ലക്ഷ്യമുണ്ടായി വന്നു. നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ആന്തരിക കോശങ്ങൾ മുതൽ അതിലേക്ക് വിന്യസിച്ചു വരണം. അതിന് നിരന്തരമായ എന്നുവെച്ചാൽ ഇപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യബോധം തോന്നുന്നില്ല എങ്കിൽ, ലക്ഷ്യബോധം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിരന്തരമായി നിങ്ങളത് ഉള്ളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അഫർമേഷൻസ് വഴിയൊക്കെ നിങ്ങൾക്ക് നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ബോധം ആ വഴിക്ക് തിരിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ എഴുതി വെക്കാൻ ആരെങ്കിലും ചോദിക്കുമ്പോൾ മറുപടി പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് വർക്കാവില്ല. ഒരിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോ ഒരാൾ, എന്റെ പരിചയത്തിൽ ഒരാൾ ഒരു ക്ലാസ് എടുക്കുന്നു, ഒരു വലിയ ട്രെയിനിങ് ആണ്. അപ്പൊ അതിന് നിരീക്ഷിക്കാനായിട്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നിട്ട് പുള്ളി ഇങ്ങനെ ഒരു ട്രെയിനറാണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊന്ന് കൈവക്കുന്നു. എല്ലാവരും അവിടെ ഇരുന്ന് ഒരു കൈവക്കി. അപ്പോ അവിടെ മുമ്പിലിരിക്കുന്ന ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്? അതെ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്? അതെ. അങ്ങനെ ചോദിച്ചു ഒരു വളരെ നിലവാരമുള്ള ഒരാളുടെ അടുത്തെത്തിയപ്പോ, താങ്കൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം ആഗ്രഹമുണ്ട്? അതെ എന്ന് പറഞ്ഞു. എത്ര വർഷമായി അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നി തുടങ്ങിയിട്ട്? അങ്ങനെ തോന്നിയത് എപ്പോ മുതലാണെന്ന് ചോദിച്ചു. 5 വർഷം മുമ്പ് മുതൽ എനിക്ക് ആ തോന്നലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 5 വർഷമായി താങ്കൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെ, 5 വർഷമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, നടപ്പിലാക്കിയിട്ടില്ല. അതാണ് കാര്യം. നമ്മളൊരാൾ ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളുടെ ലക്ഷ്യം, ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു വീട് കെട്ടലാണെന്ന് പറയുന്നു. വീട് കെട്ടലാണെന്ന് അയാൾ ആ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ ഒരാൾ 5 കൊല്ലം കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 5 കൊല്ലം കഴിയുമ്പോൾ അയാൾ വീട് കെട്ടി കഴിഞ്ഞിട്ടുണ്ടാവണം. വീട് കെട്ടി കഴിയുന്നില്ലെങ്കിൽ അയാൾ അതിനെക്കുറിച്ച് ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അത് നടപ്പിലാക്കിയിട്ടില്ല എന്നാണ്. അല്ലെങ്കിലോ അത് അത്രയേറെ സങ്കീർണമായിട്ടുള്ള, അത്രയേറെ വ്യാപ്തിയുള്ള ഒരു കാര്യമായിരിക്കണം അയാൾ ചെയ്യുന്നുണ്ടാവുക. അതിന്റെ കാലം എടുക്കും. ഒരു ആൽമരം ഉണ്ടാക്കാൻ നമുക്ക് ഒരു 2 വർഷം കൊണ്ട് കഴിയില്ല. അപ്പോ അതുപോലെയുള്ള ഒരു കാര്യമാണെങ്കിൽ ശരി. അതല്ലാതെ ചെറിയൊരു കാര്യമാണെങ്കിൽ നമുക്ക് ആ പൂർണ്ണമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് അവർ പോകുന്നില്ലെങ്കിൽ ആ ബോധം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു ചോദന നമ്മുടെ നിരന്തര പ്രക്രിയയായി നമ്മുടെ ഉള്ളിൽ നിൽക്കുക. നമ്മുടെ ശരീരകോശങ്ങൾ ഓരോന്നും, നമ്മുടെ ചിന്തയും നമ്മുടെ ബോധവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ അറിവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതാനുഭവങ്ങളും പ്രകൃതിയുടെ കൽപ്പനയും എല്ലാം ഒന്നു തന്നെയാകുന്ന ഒരു അവസ്ഥ ഉള്ളപ്പോൾ മാത്രമാണ് ആ ദിശയിലേക്ക് പോകാൻ പറ്റുക. ഇതിനെക്കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥത്തിൽ ദിശാബോധം എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് മാത്രമല്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എന്റെ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്, എന്റെ ബാഹ്യമായും ആന്തരികമായിട്ടുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ്, ഇവയെല്ലാം എങ്ങോട്ട് അലൈൻ ചെയ്തിരിക്കുന്നു, ഏത് വഴിക്കായിരിക്കുന്നു, ഇവയെല്ലാം എങ്ങനെയാണ് പരസ്പര ബന്ധത്തിലായിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ബോധമാണ് ദിശാബോധം എന്ന് പറയുന്നത്. അല്ലാതെ എന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയല്ല, ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള എഴുതിവയ്പ്പല്ല. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിത ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ എഴുതി വെച്ചു എന്നിരിക്കട്ടെ, ആ എഴുതി വെച്ചതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരീരകോശങ്ങളെ ആ വഴിക്കാകണം. പ്രകൃതിയുടെ കൽപ്പന തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക. എന്റെ മോളുടെ വാട്സപ്പ് പ്രൊഫൈലിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ഇച്ഛയും നിന്റെ കൽപ്പനയും ഒന്നു തന്നെ ആക്കണമേ ഈശ്വര എന്ന്. എന്റെ ഇച്ഛയും നിന്റെ കൽപ്പനയും ഒന്നു തന്നെ ആകണമേ ഈശ്വര എന്ന്. എത്ര വലിയൊരു സെൻസാണ് അതിനകത്തുള്ളത്. അതുപോലെ
പ്രകൃതിയുടെ കൽപ്പന തന്നെ നമ്മൾ ആക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കണം. തൽക്കാലം നിങ്ങൾ ഈ അതോറിറ്റേറിയൻസിന്റെ ലോകത്ത് ജീവിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ കാര്യത്തിലേക്ക് ഒരു ലക്ഷ്യബോധം വേണമെന്നുണ്ടെങ്കിൽ, അത് വെറുതെ ഒരു ലക്ഷ്യബോധം ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ വേണ്ടിയുള്ള ലക്ഷ്യബോധം അല്ല വേണ്ടത്. പകരം നിങ്ങളുടെ ശരീരകോശങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ബോധം, നിങ്ങളുടെ സൗഹൃദങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങൾ എല്ലാം ആ വഴിക്കാണ്. എല്ലാത്തിനെയും അതിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ആ ദിശാബോധം എന്നുള്ളത് അതിന്റെ സമ്പൂർണ്ണതയിലെത്തുക. അല്ലെങ്കിൽ ആ ദിശാബോധം എന്നുള്ളത് വെറും ഒരു ആശയം മാത്രമായിട്ട് നിൽക്കും. അപ്പോ ഉള്ളിൽ നിന്നും വരുന്നതാകണം, ജന്മസിദ്ധമായിട്ടുള്ളതാകണം. ജന്മസിദ്ധിയിൽ ഉള്ളതല്ലെങ്കിലോ നമ്മളത് നേടിയെടുക്കണം. നമ്മൾ പരിശീലനത്തിലൂടെ നേടിയെടുക്കണം. സഹജാവബോധത്തിലില്ലെങ്കിൽ ശിക്ഷണം കൊണ്ട് അവബോധം ഉണ്ടാക്കണം. അതിനാണ് ശിക്ഷിതാവബോധം എന്ന് പറയുക. അത് ശീലമാക്കിയെടുക്കണം. ശീലമാക്കിയെടുക്കണമെങ്കിൽ ആവർത്തനം വേണം. ഇങ്ങനെ ആവർത്തിച്ച് ശരീരകോശങ്ങളെ മുഴുവൻ ആ ഒരു ട്യൂണിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഈ പൂർണ്ണാവസ്ഥയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പോ ദിശാബോധം എന്ന് പറയുന്നത് ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടല്ല. പകരം അത് ശരീരത്തിന്റെ കോശങ്ങൾ മുതൽ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചുറ്റുപാടും നിറഞ്ഞിരിക്കുന്ന നമ്മളുടെ ആകത്തുകയാകുന്ന ബോധമുണ്ടല്ലോ, പരമമായ ബോധമുണ്ടല്ലോ, ആ ബോധത്തിലും മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ഒരു ദിശയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക വിന്യാസമാണ്. ആ വിന്യാസത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലേക്കാണ് നമ്മൾ ചെല്ലേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ദിശാബോധത്തിന്റെ രസതന്ത്രം എന്നുള്ളതിന്റെ പ്രാഥമിക രൂപമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിനെ ആധാരമാക്കിയിട്ട് ഈ ചോദ്യങ്ങളുടെ മറുപടി തരാം. അതുവരേക്കും ഈ പ്രസന്റേഷൻ കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ സന്തോഷം അറിയിക്കും.